നമസ്കാരം, ഞാൻ ഇസത്ത് ഫർസാന സിദ്ദിഖുൽ. ഞാൻ കൊല്ലം കരിക്കോട് സ്വദേശിയാണ്. ഞാൻ ബ്രില്യൻറ്റിലെ 2020 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ചതാണ്. ഇപ്പോൾ എയിംസ് ഭോപ്പാലിൽ 4 വർഷത്തിന് ശേഷം ഹൗസ് സർജൻസി ചെയ്യുന്നു. എയിംസ് ഭോപ്പാലിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ അക്കാഡമിക്കലിയും കോ കരിക്കുലർ വൈസും വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ UG ലെവലിൽ തന്നെ നമുക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, STS പ്രോജക്ട്സ്, പിന്നെ CME ഇവൻറ്റ്സും സെമിനാർസും ഒക്കെ അവിടെ നടക്കും. നമുക്ക് UG ലെവൽസിൽ തന്നെ നാഷണൽ ലെവൽ പ്രോഗ്രാംസിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോ കരിക്കുലർ ആണെങ്കിൽ ഇൻട്രാ കോളേജ് ആൻഡ് ഇൻ്റർ കോളേജ് ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. എപ്പോഴും സ്പോർട്സും അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഒരു വൈഡ് പോപ്പുലേഷനിലേക്ക് നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്നത് എയിംസ് ഭോപ്പാലിൻ്റെ ഒരു നല്ല ബെനിഫിറ്റാണ്. എനിക്ക് പേഴ്സണലി എയിംസ് ഭോപ്പാൽ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം കുറച്ചധികം എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയായിരുന്നു. അതായത് പല നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനും, പിന്നെ അതൊരു ടെർഷ്യറി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ടെർമിനൽ കേസസ് ഒക്കെ അവിടെ വരുമ്പോൾ അത്രയും അക്കാഡമിക്കലിയും ബെനിഫിറ്റഡായി എനിക്ക് തോന്നി. ഞാൻ ബ്രില്യൻറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പകുതി ഓഫ്ലൈനും പകുതി ഓൺലൈനായിരുന്നു കോവിഡ് കാരണം. അപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് എക്സാം എഴുതുന്ന സമയത്തുള്ള എറേഴ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ എക്സാം എഴുതുന്ന സമയത്തുള്ള എറേഴ്സ് അവോയ്ഡ് ചെയ്യുകയായിരുന്നു എൻ്റെ മെയിൻ ലക്ഷണം. അതുകൊണ്ട് ഞാൻ എപ്പോൾ പ്രാക്ടീസ് ചെയ്താലും ടൈംഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും കംപ്ലീറ്റ് സപ്പോർട്ടായിട്ട് എൻ്റെ വാർഡനും ക്ലാസ് ടീച്ചറുമായി റെഹിയാന മാം ഉണ്ടായിരുന്നു. അതുപോലെ ബ്രില്യൻറ്റിലെ മറ്റ് ടീച്ചർമാരും എപ്പോഴും ഇമോഷണൽ ആൻഡ് അക്കാഡമിക് സപ്പോർട്ടിന് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രിപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ ആസ്പിറേഷൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് മോഡൽസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത്ര ഹൈ പെർഫോമിങ് അല്ലായിരുന്നു. എനിക്കിങ്ങനെ മാർക്ക് കൂടിയും കുറഞ്ഞു നിൽക്കും. ബയോളജിയിൽ വളരെ കെയർലെസ് മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗവൺമെൻറ് സീറ്റെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ റിപ്പീറ്റഡ് എക്സാംസിന് ശേഷം അതിങ്ങനെ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ടുവേർഡ്സ് ദി എൻഡ് കോൺഫിഡൻസ് വർദ്ധിച്ചു വരികയും പിന്നെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്തു. ഇനി 1 മാസം ബാക്കിയുള്ള അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉച്ചതിരിഞ്ഞായിരിക്കും നീറ്റ് എക്സാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് തന്നെ ചെയ്യുക. അതായത് ആ സമയത്ത് ഉറങ്ങാനോ ലെഷർ ടൈമിനോ വെക്കാതെ ആ സമയത്ത് പ്രാക്ടീസ് തന്നെ ചെയ്യുക. അപ്പോൾ ഒരു മസിൽ മെമ്മറി നന്നായി വരും. പിന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ടൈംഡായിട്ട് തന്നെ ചെയ്യുക. അതായത് അപ്പോൾ ശരിക്കുള്ള എക്സാം എഴുതുമ്പോൾ കെയർലെസ് മിസ്റ്റേക്സ്, ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയി അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാം. അതുകൊണ്ട് OMR പേപ്പറിൽ തന്നെ ടൈംഡായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ഉള്ള സ്റ്റഡി സെഷൻസിൻ്റെ ഇടയ്ക്ക് ബ്രേക്സ് എടുക്കുക. ബ്രേക്സിൽ വേറെ ഒന്നും ചെയ്യാതിരിക്കുക. അതായത് എൻ്റർടൈൻമെൻറ്റിലേക്കൊന്നും പോകാതെ ആ സമയം ബ്രെയിൻ ഫ്രീ ആക്കി വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഫുൾ കോൺഫിഡൻസോടെ അപ്രോച്ച് ചെയ്യുക. എയിംസിലെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ മലയാളികളായിട്ട് തന്നെ കുറച്ചധികം പേരുണ്ട്. സീനിയേഴ്സിലും ജൂനിയേഴ്സിലും പിന്നെ PG ആയിട്ട് വരുന്നതും കുറച്ചധികം മലയാളി, ചില പ്രൊഫസേഴ്സും മലയാളികൾ തന്നെയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവർ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. അക്കാഡമിക്സിലും അല്ലാത്ത കാര്യങ്ങൾക്കും ഒക്കെ നല്ല സഹായമായിരിക്കും. അവരുടെ അടുത്ത് തന്നെ നമ്മൾ ബുക്സും ബാക്കി ഇൻസ്ട്രുമെൻസും പിന്നെ ഓരോ ഗൈഡൻസും ഒക്കെ കിട്ടുന്നത്. പിന്നെ അവിടെ ഓണം, വിഷു അങ്ങനത്തെ എല്ലാ മലയാളി പ്രോഗ്രാംസും എല്ലാവരും ഒത്തുചേർന്ന് നടത്താറൊക്കെയുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. മെസ്സിൻ്റെ കാര്യമായാലും മലയാളികളായ ഫുഡ് പ്രൊവൈഡേഴ്സ് കുറേ പേരുണ്ട് അവിടെ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പിന്നെ ഭോപ്പാലിലെ എയിംസ് ഇരിക്കുന്നത് വളരെ ആക്സസിബിളായ ഒരു സ്ഥലത്താണ്. എയർപോർട്ടിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ വളരെ അടുത്താണ്. മെയിൻ സിറ്റിക്കും ജസ്റ്റ് 3 കിലോമീറ്റർ അടുത്താണ് എയിംസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡെസേർട്ടഡ് പ്ലേസായി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഭയങ്കരമായി മാറി നിൽക്കുന്നതിൻ്റെ ഒറ്റപ്പെടൽ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. 1 ടൈം മാനേജ്മെൻറ്റും, 2 റിയൽ എക്സാമിന് പോകുന്നതിന് മുന്നേ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതും. എക്സാമുകളുടെ സമയത്ത് ചിലപ്പോൾ മാർക്കൊന്ന് കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഒരിക്കലും ആ ഹാർഡ് വർക്ക് നിർത്തരുത്. എത്രത്തോളം ടൈം ബേസ്ഡ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും റിയൽ എക്സാമിൻ്റെ അന്ന് കിട്ടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കി അതിനകത്ത് ഉള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക ഇനിയുള്ള 1 മാസം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.